ഉസ്മാൻ ഖുർആൻ കത്തിച്ചതോടുകൂടി ഖുർആൻ്റെ ആധികാരികത എന്നേക്കുമായി ഇല്ലാതായി തീർന്നു. ഖുർആൻ്റെ ആധികാരികത നഷ്ടപ്പെട്ടു. കാരണം ഒറിജിനൽ പോയി. ഒറിജിനൽ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അത് പോയി, അത് കത്തിച്ചു കളഞ്ഞു. പിന്നെ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നത് പുള്ളി എഴുതി ഉണ്ടാക്കിയതാണ്, ഉസ്മാൻ എഴുതി ഉണ്ടാക്കിയതാണ്. ഇന്ന് ഇവർ അള്ളാഹുവിൻ്റെ വചനമാണെന്നും പറഞ്ഞു കൊണ്ട് നടക്കുന്നത്. അതും പിന്നീട് എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉമയ്യാദുകളുടെ കാലത്ത് എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഉസ്മാൻ കത്തിച്ചു കളയാൻ പറഞ്ഞപ്പോൾ അങ്ങനെ നശിപ്പിക്കപ്പെടാതിരുന്ന ഒരേ ഒരു കോപ്പി ഉണ്ടായിരുന്നുള്ളൂ. അത് ആദ്യം അബൂബക്കർ എന്ന് പറയുന്ന ഖലീഫയുടെ കാലത്തുണ്ടായ ഏറ്റവും ആദ്യത്തെ കോപ്പിയാണ്. അത് മുഹമ്മദിൻ്റെ ഭാര്യയായിരുന്ന ഹഫ്സയുടെ കയ്യിലായിരുന്നു. ഹഫ്സ മരിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ മദീനയിലെ ഗവർണറായിരുന്ന മർവാൻ ഇബ്നു മുവാഫിയ അദ്ദേഹം നേരെ വരുന്നത് ഹഫ്സയുടെ വീട്ടിലേക്കാണ്. ശവം അടക്കി അവിടെ നിന്ന് ഖബറിസ്ഥാനിൽ നേരെ ചെല്ലുന്നത് ഹഫ്സയുടെ വീട്ടിലേക്കാണ്. എന്നിട്ട് ഹഫ്സയുടെ കൈവശമുണ്ടായിരുന്ന അബൂബക്കറിൻ്റെ കാലത്ത് ക്രോഡീകരിക്കപ്പെട്ട ഒന്നാമത്തെ ഖുർആൻ എന്ന് മുസ്ലിങ്ങൾ പറയുന്ന സാധനം അത്